ഇന്നത്തെ നോമിന്റെ സമൂഹം ഛോട്ടാ മുംബൈ സിനിമയിലാണ്. ഒന്നല്ല ഉലകത്തുള്ള നാട്ടുകാരെ, രണ്ട് സമൂഹം. രണ്ടാമത്തെ സമൂഹം ഞാൻ നേരത്തെ തന്നെ വിളമ്പിയിട്ടുള്ളതാണ്. ഒന്നുകൂടെ കാണാത്തവർക്ക് വേണ്ടി വെള്ളം പേടിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഈ രണ്ടാമത്തെ സമൂഹം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാണും, അത്രേ ഉള്ളു. എങ്ങനെയുണ്ട് എന്റെ കോമഡി? ഏത് ഉറപ്പിക്കുന്നില്ല, മൊഴിഞ്ഞുതരാം. ഛോട്ടാ മുംബൈ സിനിമയിൽ ഛോട്ടാ മുംബൈന്റെ ഛോട്ടാ കുടുംബത്തിൽ ഛോട്ടാ ഭീം വന്നിട്ട് വെരട്ടിട്ടൊക്കെ പോകും. നീ കൊടതിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മൂക്കമുണ്ട് ഇടിക്കും, ഒരവള്ളിയിൽ ഞാൻ ഉറിഞ്ചു കുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആശാൻ പേടിപ്പിച്ചിട്ടങ്ങ് പോകും. അപ്പോൾ നമ്മളെ ലാലേട്ടൻ വന്നിട്ട് ദിങ്കാണി കിണുകോണ സിങ്കാണി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ സുഹൃത്തുക്കളെ തന്താപ്പടി നല്ല രീതിക്ക് ആട്ടി വിടും. അതിന്റെ അത്യാവശ്യത്തിലാണ് ഇവിടെ നിന്നിട്ട് പറയും, എന്റെ വീട്ടിൽ കയറി കളിക്കാറായല്ലോ നീ, എന്നാ നിന്റെ വീട്ടിൽ കയറി ഞാൻ തന്നെ കളി പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ കലാഭവമണി ചേട്ടന്റെ വീട്ടിലേക്ക് ഓട്ടിച്ചെന്ന് കയറിക്കൊട്ടുകയാണ്. എന്നിട്ടില്ല അവന്റെ നെഞ്ചാങ്കൂട്ടിൽ ഒരു ചവിട്ട്, നെഞ്ചാങ്കൂട്ടിൽ ഒരൊറ്റ ചവിട്ട്. അവിടെ കൊണ്ടുപോയിട്ട് നീയൊക്കെ എന്റെ വീട്ടിൽ കയറി ഉണ്ടാക്കാറാടാ, ഉണ്ടാക്കാന്മാരെ നീ ആറാ, നീ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്നെക്കാട്ട് വലിയ ഉണ്ടാക്കാനാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്തി അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കും. എന്നാടാ നീയൊക്കെ എന്നെ കൊല്ലൂന്നല്ലേ പറഞ്ഞത്, മറ്റേ കോടതിയിൽ സാക്ഷി പറഞ്ഞു കഴിഞ്ഞാന്ന് പറഞ്ഞിട്ട് നീ എന്റെ കണ്ണ് കുത്ത്, നീ എന്റെ മൂക്കി കുത്ത്, നീ എന്റെ വായി കുത്ത്, എന്നാ എന്റെ നെഞ്ചത്ത് കുത്തെന്ന് പറഞ്ഞിട്ട് കത്തി എടുത്ത് ഈ ആശാന്റെ കൊടുത്തിട്ടാണ് സംസാരിക്കുന്നതാണ് നമ്മളത് കാണിക്കുന്നത്. എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ സമൂഹം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ണാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കത്തി എന്ന് പറഞ്ഞ സാധനം അയാളെ കയ്യിൽ കൊടുത്താലല്ലേ അങ്ങേർക്ക് നിങ്ങളെ കണ്ണിലും മൂക്കിലൊക്കെ കുത്താൻ പറ്റുള്ളൂ. ഇത് പിന്നെ നിങ്ങൾ തന്നെ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അയാൾ കുത്തുന്ന നിങ്ങളാ? മാസ് കാണിക്കുമ്പോഴത്തേക്കും അത് കൈ കൊടുത്തിട്ട് വേണം നിങ്ങൾ മാസ് കാണിക്കാൻ. ഏത്? അപ്പൊ അതാണ് സുഹൃത്തുക്കളെ നോമിന്റെ സംശയം. നിങ്ങൾക്ക് ഈ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് അയക്കൂ. അപ്പൊ ശരി, എന്നാ പോകുന്നില്ല, രണ്ടാമത്തെ സംശയം കൂടെ മൊഴിഞ്ഞിട്ട് പോവാം. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ ഒരു സീനിൽ നമ്മുടെ ഭീമന്റെ ഗുണന്റെ ഉടുപ്പിന്റെ ബാഗിൽ അഴുക്ക് പറ്റുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ അഴുക്കങ്ങ് മായാജാലമായിട്ട് മാഞ്ഞു പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വരും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പോകും. അങ്ങനെ മാറിയും തിരിഞ്ഞ് തിത്തിത്താരോ കളിയാണെന്ന് ഈ അഴുക്ക്. ഇതാണ് പറയുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള നാട്ടുകാരെ കാരണം നല്ലതിന്. ഏത് ചെറുക്ക, നിനക്ക് വേറെ ഒരു ജോലിയില്ല, പണിക്ക് പോട്ടാ നീ, പണിക്ക് പോണ. ശരി, എന്താ പണിക്ക് പോവാൻ പോണ, ഇറങ്ങി പോവാണ.